സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലബനനിലേക്ക് ദുരിതാശ്വാസ സഹായം അയക്കുമെന്ന് സൗദി അറേബ്യ. ലബനൻ ജനതയ്ക്ക് വൈദ്യസഹായവും ദുരിതാശ്വാസ സഹായവും എത്തിക്കാനുള്ള നിർദ്ദേശം സൗദി ഭരണകൂടം പുറപ്പെടുവിച്ചു. നിർണായക സാഹചര്യങ്ങളിൽ ലബനനിലെ സഹോദരങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള രാജ്യത്തിന്റെ നിലപാടിന്റെ ഭാഗമായാണിത്. ലബനനിലെ നിലവിലെ സംഭവ വികാസങ്ങളെ ഉത്കണ്ഠയോടെയാണ് പിന്തുടരുന്നതെന്നും സൗദി വ്യക്തമാക്കി. ലബനാന്റെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കേണ്ടതിന്റെയും പ്രത്യാഘാതങ്ങൾ നേരിടാൻ ലബനൻ ജനതയ്ക്ക് പിന്തുണ നൽകേണ്ടതിന്റെയും മാനുഷിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെയും ആവശ്യകതയും സൗദി ഊന്നിപ്പറഞ്ഞു. പ്രാദേശിക സമാധാനവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനും മേഖലയെയും ജനങ്ങളെയും യുദ്ധത്തിന്റെ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നു എന്നും സൗദി കൂട്ടിച്ചേർത്തു. സൗദി കിഴക്കൻ പ്രവിശ്യയിൽ താമസ കെട്ടിടത്തിൽ പാചകവാതകം ചോർന്നുണ്ടായ സ്ഫോടനത്തിൽ 3 മരണം, 20 പേർക്ക് പരിക്കേറ്റു. ദമാമിലെ അൽനഖിൽ ഡിസ്ട്രിക്റ്റിലാണ് തിങ്കളാഴ്ച 3 നില കെട്ടിടത്തിലുള്ള ഫ്ളാറ്റിൽ അപകടമുണ്ടായത്. അടുക്കളയിൽ പാചകവാതകം ചോർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 3-ാം നിലയിലെ ഫ്ളാറ്റിലാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഉഗ്രസ്ഫോടനത്തിൽ പ്രദേശമാകെ കിടുങ്ങി. പൊട്ടിത്തെറിയെ തുടർന്ന് അഗ്നി പടർന്നു. 3 പേർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 20 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരിൽ വിദേശികളുമുണ്ടെന്നാണ് നിഗമനം. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മരിച്ചവരുടെ വിശദാംശങ്ങളും ലഭ്യമായിട്ടില്ല. സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ചുമരുകളും വീട്ടുപകരണങ്ങളും പൊട്ടിത്തെറിച്ചു. ഇവ പതിച്ച് സമീപത്തെ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മസീറ ദ്വീപിലേക്കും തിരിച്ചുമുള്ള ഫെറി സർവീസുകളിൽ ഗണ്യമായ വർധനവുണ്ടായിരിക്കുന്നതായി നാഷണൽ ഫെറീസ് കമ്പനി അറിയിച്ചു. ഈ വർഷം ആദ്യ പകുതിയിൽ മൊത്തം 1,22,699 യാത്രക്കാരും 34,000 വാഹനങ്ങളും ഫെറിയിലൂടെ കടത്തി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1,591 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 22% വർധനവാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത്. 1,504 യാത്രകളിലായി 4,035 ടൺ ചരക്കുകൾ കടത്താൻ ഫെറികൾ സഹായിച്ചതായി NFD ഡെപ്യൂട്ടി CEO വ്യക്തമാക്കി. മസീറ ദ്വീപ് മനോഹരമായ പ്രകൃതി ഭംഗിയാൽ ആകർഷണമാണ്. വർദ്ധിച്ചുവരുന്ന ടൂറിസം പ്രവർത്തനങ്ങളാണ് ഈ വളർച്ചയ്ക്ക് കാരണമായത്. ജനുവരിയിൽ നടന്ന മസീറ ടൂറിസം ഫോറം പോലുള്ള പരിപാടികൾ ദ്വീപിനോടുള്ള താൽപര്യം കൂടുതൽ ഉത്തേജിപ്പിക്കുകയും സമുദ്ര വിനോദസഞ്ചാരത്തിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒമാനിൽ സാധനങ്ങൾക്ക് ഓഫർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുമായി അധികൃതർ. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരക്ക് യഥാർത്ഥ നിരക്കിനേക്കാൾ കുറച്ച് നൽകരുത്. ഇത് കുത്തക നിയന്ത്രണ നിയമത്തിന്റെയും മത്സര സംരക്ഷണ നിയമത്തിന്റെയും ലംഘനമാണ്. ഇത്തരത്തിൽ വില കുറച്ച് സാധനങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതായി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതിനും ലാഭം വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാപാരികൾ സാധനങ്ങളുടെ വില കുറയ്ക്കുന്നത്. മന്ത്രാലയം വ്യാപാരികൾക്ക് നൽകിയ അറിയിപ്പിലാണ് ഇത് നിയമലംഘനത്തിന്റെ പരിധിയിൽ വരുമെന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. എയർ അറേബ്യയ്ക്ക് പിന്നാലെ ഫ്ലാഷ് സെയിൽ ഓഫറുമായി ഒമാൻ എയറും. കേരള സെക്ടറുകൾ ഉൾപ്പെടുത്തി 5 ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് ഒമാൻ എയർ നിരക്കിളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 22 റിയാലിന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാൻ സാധിക്കും. ഇന്ത്യൻ നഗരങ്ങളായ കോഴിക്കോട്, തിരുവനന്തപുരം, കറാച്ചി, ജോർദാന്റെ തലസ്ഥാന നഗരിയായ അമ്മാൻ, സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന ദമാമിലേക്കുമാണ് ഒമാൻ എയർ ടിക്കറ്റ് നിരക്കിളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒക്ടോബർ 1-ന് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ഓഫർ ലഭിക്കുകയുള്ളൂ. ഒക്ടോബർ 1-നും നവംബർ 30-നും ഇടയിൽ യാത്ര ചെയ്യാൻ ഈ ടിക്കറ്റ് ഉപയോഗിക്കാം. ഇന്ന് ടിക്കറ്റ് എടുത്താൽ ഒക്ടോബർ നവംബറിനും ഇടയിൽ യാത്ര പോയാൽ മതിയാകും. നാട്ടിലേക്ക് ഈ സമയങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് എടുത്തുവച്ചാൽ നഷ്ടം വരില്ല. ഇന്ത്യ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് കാരണം വലിയ ഉള്ളിയുടെ വില ഉയർന്നിരുന്നു. എന്നാൽ സവാള കയറ്റുമതി നിയന്ത്രണം കഴിഞ്ഞ ദിവസം ഇന്ത്യ എടുത്തുമാറ്റിയിരുന്നു. എന്നിട്ടും ഗൾഫിൽ സവാള വില കുറഞ്ഞിട്ടില്ല. 6.45 ദിർഹമാണ് ശരാശരി 1 കിലോയ്ക്ക് വാങ്ങുന്നത്. ഇന്ത്യൻ സവാള മാത്രം ഉപയോഗിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. 2-3 ദിർഹത്തിനാണ് നേരത്തെ സവാള ലഭിച്ചിരുന്നത്. 2023 ഒക്ടോബറിലാണ് ഇന്ത്യ സവാള കയറ്റുമതി നിയന്ത്രണം കൊണ്ടുവന്നത്.
സവാളയുടെ വിലക്കയറ്റം തടയുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത്. കിലോയ്ക്ക് 20 രൂപയിൽ താഴെ കയറ്റുമതി കേന്ദ്രം അനുവദിച്ചിരുന്നില്ല. ആഭ്യന്തരമായ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ് വില കുറച്ചത്. ഇന്ത്യക്കാർ മാത്രമല്ല, മറ്റ് പല രാജ്യത്തു നിന്നുള്ളവരും ഇന്ത്യൻ ഉള്ളിയുടെ ഫാൻസാണ്. ഹരിയാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ കയറ്റുമതി നിയന്ത്രണം കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നത്. ജിദ്ദയിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായ ജിദ്ദ ഇന്റർനാഷണൽ ഷോപ്പിംഗ് സെന്ററിൽ ഞായറാഴ്ചയുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കുന്നതിനിടയിൽ സൗദി സിവിൽ ഡിഫൻസിലെ 2 അഗ്നിശമന സേന അംഗങ്ങൾ മരണപ്പെട്ടു. അക്രം ജുമ അൽ ജോഹനി, അബ്ദുള്ള മനാഹി അൽ സുബൈ എന്നീ ഉദ്യോഗസ്ഥരാണ് അപകടത്തിൽ മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയാണ് അൽ റൗദ ഡിസ്ട്രിക്റ്റിൽ മദീന റോഡിൽ മുറബ പാലത്തിനടുത്ത് ലെമറിഡിയൻ ഹോട്ടലിനോട് ചേർന്നുള്ള ഷോപ്പിംഗ് സെന്ററിൽ തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള സിവിൽ ഡിഫൻസിന്റെ ശ്രമത്തിനിടെ കെട്ടിടത്തിനുള്ളിൽ പെട്ടുപോയ ഉദ്യോഗസ്ഥർ വായുസഞ്ചാരമില്ലാത്തതുകൊണ്ടാണ് ശ്വാസം മുട്ടി ദാരുണമായി മരണപ്പെട്ടതെന്ന് സിവിൽ ഡിഫൻസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സെന്ററിന്റെ 4ാം ഗേറ്റിൽ നിന്നും കത്തിപ്പടർന്ന തീ കെട്ടിട സമുച്ചയത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുകയായിരുന്നു. ഉടൻ തന്നെ സുരക്ഷാ അധികാരികളും സിവിൽ ഡിഫൻസ് ടീമും സംഭവസ്ഥലത്തെത്തി. അതിവേഗം പടർന്ന തീപിടുത്തം നിയന്ത്രിക്കാൻ ജിദ്ദ, മക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള 20ലധികം അഗ്നിശമന രക്ഷാപ്രവർത്തന യൂണിറ്റുകൾ 14 മണിക്കൂറോളം സമയമെടുത്തു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. രാവിലെ ആയതിനാൽ തീപിടുത്തത്തിൽ കൂടുതൽ ആളുകൾ പെട്ടുപോകുന്ന സാഹചര്യം ഒഴിവായെങ്കിലും കോടിക്കണക്കിന് റിയാലിന്റെ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർമാർക്കറ്റ്, ആഭരണങ്ങൾ, ഇലക്ട്രോണിക് വസ്തുക്കൾ, വസ്ത്രങ്ങൾ, വാച്ചുകൾ, സുഗന്ധ ദ്രവ്യങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങി 200ഓളം വ്യത്യസ്ത കടകൾ സെന്ററിനകത്തുണ്ടായിരുന്നു. നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നതും സ്വന്തമായി നടത്തുന്നതുമായ വിവിധ ഷോപ്പുകൾ തീക്കിരയാവിൽ ഉൾപ്പെടുന്നു. രാജ്യത്ത് അനധികൃതമായി സ്വന്തം നിലയ്ക്ക് മതവിധികൾ നൽകുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ മുന്നറിയിപ്പുമായി UAE ഫത്വ അതോറിറ്റി. രാജ്യത്ത് ഔദ്യോഗികമായി മതവിധികൾ നൽകാനുള്ള ചുമതല സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് UAE കൗൺസിൽ ഫോർ ഫത്വയ്ക്കാണ്. ഈ കൗൺസിലിന് മാത്രമേ മതവിധികൾ പുറപ്പെടുവിക്കാൻ അനുവാദമുള്ളൂ എന്നും അല്ലാത്തവർ സ്വന്തം നിലയ്ക്ക് ഫത്വ നൽകിയാൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഫത്വ അതോറിറ്റി വ്യക്തമാക്കി. 10,000 ദിർഹം മുതൽ 2 ലക്ഷം ദിർഹം വരെയാണ് ഇത്തരം ആളുകൾക്കുള്ള പിഴ. സൗദി അറേബ്യയിലെ എല്ലാ വിമാന കമ്പനികൾക്കും ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ നൽകി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യാത്രക്കാർ വിമാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിമാനത്തിനകത്ത് അണുനശീകരണം നടത്തണം എന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കാത്ത വിമാന കമ്പനികൾക്ക് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയ 3 വിമാനങ്ങൾ ആരോഗ്യചട്ടങ്ങൾ ലംഘിച്ചതിനാണ് ആരോഗ്യ മന്ത്രാലയം പിഴ ചുമത്തിയിരിക്കുന്നത്. ഗൾഫ് ന്യൂസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടി സൗദി സ്വീകരിച്ചത്.